ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഒരു മൂവിയുടെ റിവ്യൂ ആണ്. നമ്മൾ ഇന്ന് പറയണത്. മൂവി നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം മൂവി ഞാൻ കണ്ടു. ഒരു രക്ഷയില്ല, വേറെ ലെവലാണ് പടം. അപ്പോൾ അത് കാരണം ഒരു റിവ്യൂ ആദ്യമായിട്ടൊന്നും നമ്മുടെ ചാനലിൽ വരുന്നു. അപ്പോൾ ഒരു റിവ്യൂ പറയാമെന്ന് തോന്നാനുള്ള കാരണം പടം എന്താ പറയുക, ഒരു രക്ഷയില്ല, വേറെ ലെവല് പടം, ക്ലാസ് പടം തന്നെ പറയാം. അതേപോലെ പടം ത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പോണത്. അതൊരു എന്താ പറയുക, കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ പോയപ്പോൾ. അഭിനയത്തിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക എന്താ പറയുക അങ്ങേരെ കൊണ്ട് എന്നെ കൂട്ടി കൂടുള്ള ഈ സംഭവം. ഒരു രക്ഷയിൽ ഇത്ര പ്രായമായിട്ടും കിടിലൻ അഭിനയമുണ്ട്. അതേപോലെ നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പം കട്ടയ്ക്ക് തന്നെ അഭിനയത്തിൽ പെർഫോമൻസിൽ മൊത്തം ഒരു പാക്കേജായിട്ട് കൂടെ തന്നെ നിന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥും. അതേപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകൻ ഒന്നും കൂടിയും എന്താ പറയുക, വേറൊരു വൈബ് അഭിനയം ചെയ്യുന്നു. ഗഡിമാട്ടെ, രക്ഷയില്ല കേട്ടോ. ഈ മൂവിയിൽ എനിക്ക് എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ തോന്നിയത്: ഒന്ന് മ്യൂസിക്, 2 ക്യാമറ, 3 എഡിറ്റിങ്. എൻ്റെ മോനെ, രക്ഷയില്ല കേട്ടോ. കിഡിലിനായിട്ട് പിള്ളേർ പണിയെടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഈ പടം തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ എഫക്റ്റും ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, ആ രണ്ടും കൂടി വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, വേറൊരു വൈബാണ് ആ പടം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം പോണത്. അപ്പോൾ ഇതാണ് ഈ പടത്തിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിക്കാനുള്ള കാരണം വേറെ ഒന്നല്ല, അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പടം. അതേപോലെ 2024 നമ്മുടെ മമ്മൂക്കാൻ്റെ സ്റ്റാർട്ടപ്പ് എന്താ പറയുക, ക്ലാസ് ആയിട്ട് എന്ന് പറയാം. അതേപോലെ നമ്മുടെ രാഹുൽ ബ്രോ, നമ്മുടെ ഡയറക്ടർ, പുള്ളിക്കാരൻ്റെ ലൈഫിൽ ബ്ലാക്ക് പേൾ എന്ന് തന്നെ പറയാം ഈ പടം. അത്രയ്ക്കും കിഡിലൻ, രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ.